ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കർക്കിടക മാസം തുടങ്ങുകയാണ്. ഏറ്റവും പുണ്യമായ രാമായണ മാസം 16-ാം തീയതി മുതൽ മലയാളികൾ എല്ലാവരും തന്നെ വീട്ടിൽ രാമായണം വായിക്കാറുണ്ട്. ഇനി വായിക്കാൻ സാധിക്കാത്തവർ മൊബൈലിലൊക്കെ കേൾക്കാറുണ്ട്. രാമായണം വിളക്കിൻ്റെ മുമ്പിൽ എടുത്തു വെച്ച് വിളക്ക് കത്തിക്കുകയെങ്കിലും ചെയ്യാറുണ്ട്. രാമായണം തന്നെ പല വിധമുണ്ട്. രാമായണം എഴുതിയത് ആദികവിയായ വാൽമീകിയാണ്. ഉത്തരേന്ത്യയിലൊക്കെ വളരെ പ്രശസ്തമായ രാമായണമാണ്. തുളസീദാസിൻ്റെ രാമചരിതമാനസം വളരെ കൂടുതൽ പ്രചാരത്തിലുള്ള രാമായണമാണ്. അതുപോലെ തന്നെ നമ്മൾ പാരായണം ചെയ്യുന്നത് കേരളത്തിലെ അധ്യാത്മരാമായണമാണ്. അതുപോലെ തന്നെ ബംഗാളിലൊക്കെ പ്രശസ്തമായ കൃത്തിവാസ രാമായണമുണ്ട്. ഇങ്ങനെ ധാരാളം രാമായണങ്ങളുണ്ട്. എഴുത്തുകാർ അവരവരുടെ ഭാഷകളിൽ അവരവരുടെ നാട്ടിലുള്ള ആളുകൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ എഴുതി വച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാത്തിൻ്റെയും അന്തസത്ത ഒന്ന് തന്നെയാണ്. നമ്മൾ രാമായണ മാസം തുടങ്ങുമ്പോൾ മുതൽ നമ്മുടെ മാധവത്തിൽ രാമായണം പാരായണം ചെയ്യാനല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, പാരായണം ചെയ്യുന്നതിൻ്റെ കഥകൾ പറയാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ പാരായണം ചെയ്യാൻ കഴിയാത്ത എല്ലാവരും തന്നെ എല്ലാ ദിവസവും കഥകൾ കേൾക്കണം, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, കുട്ടികളെ കേൾപ്പിക്കണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാത് ദിവസത്തെ കഥകൾ പറഞ്ഞ് കർക്കിടക മാസം തീരുമ്പോഴേക്കും രാമായണം മുഴുവൻ പറഞ്ഞു തീർക്കുക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതായത് ഭഗവാൻ നാരായണൻ്റെ 4 രൂപങ്ങൾ. ഗംഗാധരൻ ലക്ഷ്മി ദേവിയോടൊത്ത് വസിക്കുന്ന ഗോലോക വൈകുണ്ഠം ഏറ്റവും മുകളിലാണ്. എല്ലാ ലോകങ്ങൾക്കും ഏറ്റവും മുകളിലാണ്. ആശിച്ചതെല്ലാം നൽകുന്ന അത്ഭുത വൃക്ഷമായ കൽപ്പതരു എവിടെയാണുള്ളത്? വൈകുണ്ഠത്തിലാണ് ഉള്ളത്. രാവും പകലും സൂര്യചന്ദ്രന്മാരുടെ പ്രകാശമാണ് വൈകുണ്ഠത്തിൽ. അവിടെയാണ് ഭഗവാൻ വീരാസനത്തിലിരിക്കുന്നത്. തൻ്റെ ചൈതന്യം 4ആയി വിളങ്ങട്ടെ എന്ന് അവിടുത്തേക്ക് ഒരാഗ്രഹം. അങ്ങനെ നാരായണൻ, ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്ന് 4 രൂപമാണ് പൂണ്ടത്. ലക്ഷ്മീദേവി സീതയായി ഇടതുവശത്ത്, ലക്ഷ്മണൻ പൊന്നിൻ കുട പിടിച്ച്, ഭരതനും ശത്രുഘ്നനും ചാമരം വീശി, ഹനുമാൻ 2 കൈയും കൂപ്പി സ്തുതി ചൊല്ലി. അപ്പോഴേക്കും അവിടെ ആരെത്തി? നാരദരെത്തി. വീണ മീട്ടിക്കൊണ്ട് ഭഗവാന്റെ ഗാഥകൾ പാടി. പ്രഭു അങ്ങേയറ്റം പ്രസാദിച്ചു. നാരദമുനിയുടെ വസ്ത്രവും ഉത്തരീയവുമൊക്കെ ആനന്ദ കണ്ണീരിൽ കുതിർന്നു. നാരായണൻ എന്തിനാണ് ഇങ്ങനെ ഒരു രൂപം പൂണ്ടത് എന്ന് മഹേശ്വരനോട് ചോദിക്കാം എന്ന് നാരദൻ തീരുമാനിച്ചു. അങ്ങനെ ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം അറിയാവുന്ന മഹേശ്വരൻ്റെ അടുത്തേക്ക് നാരദരെത്തുകയാണ്. കൂട്ടത്തിൽ ആരും? ബ്രഹ്മദേവനും. ബ്രഹ്മലോകത്തെത്തി ബ്രഹ്മാവിനെയും കൂട്ടിക്കൊണ്ടാണ് കൈലാസത്തിലേക്ക് അവരെത്തുന്നത്. അങ്ങനെ നാരദരെയും ബ്രഹ്മാവിനെയും ഒന്നിച്ചു കണ്ട മഹാദേവൻ സന്തോഷവാനായി. എന്നിട്ട് ചോദിക്കുകയാണ്, ഹേ നാരദ, ഹേ ബ്രഹ്മദേവ, രണ്ടാളും വളരെ സന്തോഷത്തിലാണല്ലോ, എന്താണ് വിശേഷിച്ച് എന്ന് ചോദിക്കുമ്പോൾ ബ്രഹ്മാവ് പറയുകയാണ്, മഹാദേവ, നാരായണൻ ഗോലോകത്തിൽ 4 മൂർത്തിയായി വിളങ്ങുന്നു. എന്താണതിന് കാരണം? ഉടനെ മഹാദേവൻ പറയുകയാണ്, ഭഗവാൻ ഭൂമിയിൽ പിറക്കാൻ പോവുകയാണ്. 60,000 വർഷം അങ്ങനെ ഭൂമിയിൽ അദ്ദേഹം വാഴും. രാവണ രാക്ഷസൻ ഭൂമണ്ഡലത്തിൽ പിറക്കും. അവനെ വധിക്കാൻ പ്രഭു അവിടെ എത്തണം. ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്ന് 4 പേരായി ഭഗവാൻ ദശരഥൻ്റെ ഭവനത്തിൽ ജനിക്കും. 3 ഗർഭപാത്രത്തിൽ നിന്നാണ് 4 പേർ പിറക്കുന്നത്. അച്ഛൻ്റെ വാക്കു പാലിക്കാൻ ലക്ഷ്മണനെയും കൂട്ടി ജാനകിയോടൊത്ത് ശ്രീരാമൻ വനത്തിലേക്ക് പോകും.
സീതയെ വീണ്ടെടുക്കാൻ രാമൻ രാവണനെ വധിക്കും. സീതാപുത്രരായി ലവനും കുശനും ഉണ്ടാകും. മനുഷ്യർ ഗോമാതാവിനെ വധിച്ചാൽ വലിയ പാപമാണെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. അതിന് കാരണം ഒരു കുടുംബം നിലനിർത്താൻ ഒരു പശു മതി. ഒരു പശു ഉണ്ടെങ്കിൽ ഒരു കുടുംബം നിലനിൽക്കും. അപ്പോൾ ആ പശുവിനെ, ആ ഗോമാതാവിനെ വധിച്ചാൽ വലിയ പാപമാണെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ആ പാപം ചെയ്താൽ പോലും ഏറ്റവും വലിയ പാപമാണ് ഗോഹത്യ. ആ പാപം ചെയ്താൽ പോലും രാമനാമം ഒരിക്കൽ ജപിച്ചാൽ ആ പാപവും തീരും. എന്നിട്ട് വീണ്ടും മഹാദേവൻ ബ്രഹ്മദേവനോട് പറയുകയാണ്, ബ്രഹ്മദേവ, രാമനാമം ജപിച്ചാൽ തീരാത്തത്ര പാപം ഒരു മനുഷ്യർക്കും ചെയ്യാനാവില്ല. മഹാപാപിക്ക് പോലും രാമനാമം കൊണ്ട് മോക്ഷമുണ്ടാകും. ആ പാപത്തിൽ നിന്നും രക്ഷ നേടാനായിട്ട് കഴിയും. അപ്പോൾ ബ്രഹ്മദേവൻ ചോദിക്കുകയാണ്, ഭൂമിയിൽ അത്രമാത്രം പാപം ചെയ്ത ഒരാളുണ്ടോ? ഉടനെ മഹാദേവൻ പറയുകയാണ്, ഉണ്ട്. നിങ്ങൾ ചെന്ന് അയാൾക്ക് രാമനാമം നൽകിയാലും. ഉടനെ ബ്രഹ്മാവും നാരദ മഹർഷിയും ദിവ്യദൃഷ്ടിയാൽ പരതി, ആരായിരിക്കും ആ മഹാപാപി? ആ മഹാപാപിയാണ് രത്നാകരൻ എന്ന കാട്ടാളൻ. മോഷണവൃത്തി ചെയ്തു ജീവിക്കുന്ന രത്നാകരൻ്റെ അടുത്തേക്ക് ബ്രഹ്മാവും നാരദരും സന്യാസിമാരായി എത്തുകയാണ്. ഇവരെ കണ്ട ഉടനെ തന്നെ രത്നാകരൻ വിചാരിക്കുകയാണ്, ഈ സന്യാസിമാരെ വധിച്ചാൽ അവരുടെ വസ്തുക്കൾ കിട്ടും. അങ്ങനെ ഇരുമ്പ് വടിയുമായി സന്യാസിമാരുടെ അടുത്തേക്ക് ഓടി വരികയാണ്. ബ്രഹ്മദേവൻ്റെ പ്രഭാവത്താൽ ആ ഇരുമ്പ് വടി അനങ്ങാതെ അവൻ്റെ കയ്യിൽ തന്നെ സ്തംഭിച്ചു നിന്നു. എന്തുകൊണ്ടാണ് എനിക്കിവരെ തല്ലാൻ കഴിയാത്തത് എന്നോർത്ത് പകച്ചു നിൽക്കുന്ന രത്നാകരനോട് ബ്രഹ്മദേവൻ പറയുകയാണ്, മകനെ, നീ ആരാണ്? ഉടനെ രത്നാകരൻ പറയുകയാണ്, നിങ്ങൾക്കെന്നെ അറിയില്ല. നിങ്ങളെ വധിച്ച് നിങ്ങളുടെ വസ്ത്രവും സാധനങ്ങളുമൊക്കെ കവർന്നെടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നതെന്ന്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, ഞങ്ങളെ വധിച്ചാൽ എന്ത് കിട്ടാനാണ്? നീ ഇപ്പോൾ തന്നെ എത്രമാത്രം പാപം ചെയ്തിരിക്കുന്നു. 100 ശത്രുക്കളെ കൊന്നാലുണ്ടാകുന്ന പാപം ഒരു പശുവിനെ കൊന്നാലുണ്ടാകും. 100 പശുക്കളെ കൊന്നാലുണ്ടാകുന്ന പാപം ഒരു സ്ത്രീയെ വധിച്ചാലുണ്ടാകും. 100 സ്ത്രീകളെ കൊന്നാലുണ്ടാകുന്ന പാപം ഒരു ബ്രാഹ്മണനെ വധിച്ചാലുണ്ടാകും. 100 ബ്രാഹ്മണനെ വധിക്കുന്ന പാപം ഒരു ബ്രഹ്മചാരിയെ വധിച്ചാലുണ്ടാകും. എന്നാൽ സന്യാസിമാരെ വധിച്ചാലുണ്ടാകുന്ന പാപത്തിന് കണക്കു തന്നെയില്ല. അതുകൊണ്ട് നീ എങ്ങനെയാണ് ഈ പാപമെല്ലാം അനുഭവിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു. ഉടനെ രത്നാകരൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഇതുപോലെ എത്ര സന്യാസിമാരെ ഞാൻ കൊന്നിട്ടുണ്ട്. ഉടനെ ബ്രഹ്മാവ് പറയുകയാണ്, എന്നെ കൊല്ലുന്നെങ്കിൽ നല്ല ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കൊല്ലണം. എൻ്റെ ശരീരം ഇങ്ങനെ ഉറുമ്പും പുഴുവൊന്നും വരാത്ത ഒരു സ്ഥലത്ത് കൊണ്ടിട്ടിട്ട് വേണം എന്നെ കൊല്ലാനായിട്ട് എന്ന് പറയുകയാണ്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ആർക്കു വേണ്ടിയിട്ടാണ് നീ ഈ പാപമൊക്കെ ചെയ്യുന്നത്? ആരൊക്കെ നിൻ്റെ പാപത്തിൻ്റെ പങ്ക് അനുഭവിക്കും എന്ന് ചോദിക്കുന്നു. ഉടനെ രത്നാകരൻ പറയുകയാണ്, ഈ ധനം കൊണ്ടാണ് ഞാനും അച്ഛനും അമ്മയും ഭാര്യയും ജീവിക്കുന്നത്. എനിക്കെന്ത് കിട്ടിയാലും ഞങ്ങൾ 4 പേരും കൂടിയാണ് എടുക്കുന്നത്, അനുഭവിക്കുന്നത്. അതുപോലെ തന്നെ പാപവും ഞങ്ങൾ 4 പേരും കൂടി അനുഭവിക്കും. ഉടനെ ബ്രഹ്മദേവൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, അതെങ്ങനെയാണ് നിൻ്റെ പാപത്തിൽ മറ്റുള്ളവർക്ക് പങ്കുപറ്റാൻ കഴിയുന്നത്? അതുകൊണ്ട് നീ വീട്ടിൽ ചെന്ന് ചോദിക്കൂ, ഞങ്ങൾ ഇവിടെ തന്നെ നിന്നുകൊള്ളാം, ഈ പാപത്തിൻ്റെയൊക്കെ പങ്ക് അവരും കൂടി പറ്റുമോ എന്ന്. ഞങ്ങളിവിടെ ഇരുന്നു കൊള്ളാമെന്നും പറഞ്ഞ് അവരൊരു മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുകയാണ്. രത്നാകരൻ ചോദിക്കുകയാണ്, ഇതൊക്കെ ഓടി രക്ഷപ്പെടാനുള്ള വിദ്യയല്ലേ എന്ന് ചോദിക്കുന്നു. ഉടനെ പറഞ്ഞു, ഇല്ല, സത്യമായും ഞങ്ങൾ ഓടിപ്പോവുകയില്ല, നീ ചെന്ന് ചോദിച്ചിട്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ രത്നാകരൻ
അച്ഛനോട് ചെന്ന് ചോദിക്കുകയാണ്, അച്ഛാ, ഞാൻ ചെയ്തു കൂട്ടിയ ഈ പാപങ്ങളുടെ ഫലം ഒക്കെ അച്ഛനും കൂടി അനുഭവിക്കുമോ എന്ന്. ഉടനെ അച്ഛൻ പറയുകയാണ്, ഇപ്പോൾ നീ എൻ്റെ പിതാവാണ്. നീ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ നിൻ്റെ പിതാവായിരുന്നു. അന്ന് ഞാൻ നിന്നെ വളരെ കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. ഇന്ന് വയസ്സായിരിക്കുന്ന എന്നെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കാണ്. അതുകൊണ്ട് നീയാണ് ഇന്ന് എൻ്റെ പിതാവ്. നീ ചെയ്യുന്ന ഒരു പാപത്തിനും ഞങ്ങൾ ഉത്തരവാദിയല്ല എന്ന് പറയുന്നു. ഉടനെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, അമ്മ എൻ്റെ പാപത്തിൻ്റെ പങ്ക് പറ്റുമോ എന്ന്. ഉടനെ അമ്മ പറയുകയാണ്, ഒരു കാരണവശാലും എനിക്ക് നിൻ്റെ പാപത്തിൻ്റെ പങ്ക് പറ്റാൻ കഴിയുകയില്ല. ഞാൻ നിന്നെ 10 മാസം വയറ്റിലിട്ട് ചുമന്നതിൻ്റെ ഒരു ദിവസത്തെ കടം പോലും മകനായി നീ വീട്ടിയിട്ടില്ല. മകനെ, നിൻ്റെ പാപത്തിൽ എനിക്കൊരു പങ്കുമില്ല എന്ന് പറഞ്ഞു. ഉടനെ വളരെ സങ്കടത്തോടു കൂടി രത്നാകരൻ പത്നിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയുകയാണ്, പ്രിയപ്പെട്ടവളെ, സത്യം പറയൂ, നീ എൻ്റെ പാപത്തിൽ പങ്കാളിയാകുമോ? ഉടനെ ഭാര്യ പറയുകയാണ്, എല്ലാ ഗുണങ്ങളും തികഞ്ഞ് എൻ്റെ ഭർത്താവിനോട് ഞാൻ പറയട്ടെ, ദൈവം എന്നെ നിങ്ങളുടെ ഭാര്യയായി സൃഷ്ടിച്ചു. മറ്റു പാപങ്ങളിലൊക്കെ എനിക്ക് പങ്കുണ്ട്, പക്ഷേ ഇതിലില്ല. എന്നെ സ്വീകരിച്ചത് മുതൽ എല്ലാ പുണ്യങ്ങളും നമ്മൾ കൂട്ടായാണ് അനുഭവിച്ചത്. എന്നാൽ എന്നെ സംരക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. നിങ്ങൾ അതിനുവേണ്ടി ചെയ്യുന്ന പാപത്തിൽ എനിക്ക് യാതൊരു പങ്കും ഇല്ല. ഇത് കേട്ട രത്നാകരൻ ഭയന്നു വിറയ്ക്കുകയാണ്. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് വടി കൊണ്ട് സ്വയം തലയ്ക്കടിച്ചു. അപ്പോഴേക്കും അവിടെ ആരെത്തിച്ചേർന്നു? നാരദരും ബ്രഹ്മദേവനും കൂടി എത്തിച്ചേർന്നു. ബ്രഹ്മദേവൻ്റെ കാൽക്കൽ വീണ് കിടന്നുകൊണ്ട് രത്നാകരൻ ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെ ഈ പാപക്കടൽ നീന്തിക്കടക്കും? ഓരോരുത്തരോടായി ഞാൻ ചോദിച്ചു. എൻ്റെ പാപത്തിൽ പങ്കെടുക്കാൻ ഈ ലോകത്തിൽ ആരുമില്ല. അവിടുന്ന് കനിഞ്ഞ് എനിക്ക് ദിവ്യമായ അറിവ് നൽകി. ഈ പാപങ്ങളിൽ നിന്നൊക്കെ ഞാൻ എങ്ങനെ രക്ഷ നേടും? ഉടനെ ബ്രഹ്മദേവൻ പറയുകയാണ്, അവിടെ ഒരു പൊയ്കയുണ്ടായിരുന്നു. ആ പൊയ്കയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, അവിടെ പോയി കുളിച്ചിട്ട് വരുമെന്ന് പറഞ്ഞു. രത്നാകരൻ ആ പൊയ്കയുടെ അടുത്ത് ചെന്നപ്പോഴേക്കും അതിലുണ്ടായിരുന്ന വെള്ളം മുഴുവൻ ആവിയായി പോവുകയും അവിടെ ഉണ്ടായിരുന്ന മീനുകൾ മുഴുവൻ ചത്തുപൊങ്ങുകയും ചെയ്തു. ഉടനെ തന്നെ രത്നാകരൻ ബ്രഹ്മർഷിയോട് ചോദിക്കുകയാണ്, എന്തു പറ്റി ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത്രത്തോളം വലിയ പാപമാണ് നീ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് ബ്രഹ്മദേവൻ കമണ്ഡലുവിൽ നിന്നും തീർത്ഥജലമെടുത്ത് രത്നാകരൻ്റെ ശിരസിൽ തളിച്ചു. എന്നിട്ട് രത്നാകരൻ്റെ ചെവിയിൽ രാമനാമം ഉപദേശിച്ചു കൊടുത്തു. എന്നിട്ട് പറയുകയാണ്, ഒരു പ്രാവശ്യം വായ തുറന്ന് രാമനാമം ജപിക്കൂ. പക്ഷേ പാപം കൊണ്ട് കനം പിടിച്ച ജഡമായ നാവിന് രാമ എന്ന് പറയാൻ കഴിഞ്ഞില്ല. എനിക്ക് ആ വാക്ക് പറയാൻ കഴിയുന്നില്ല എന്ന് രത്നാകരൻ പറയുകയാണ്. അപ്പോൾ ബ്രഹ്മദേവൻ വിചാരിക്കുകയാണ്, എങ്ങനെയാണ് ഇയാളെ കൊണ്ട് രാമനാമം ജപിപ്പിക്കുന്നത്? എന്നിട്ട് പറയുകയാണ്, മര എന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ രത്നാകരൻ മര എന്ന് പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, വേഗത്തിൽ മര എന്ന് പറയൂ എന്ന് പറഞ്ഞു. അങ്ങനെ മര എന്ന് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ രത്നാകരൻ്റെ മുഖത്തു നിന്നും രാമനാമം ഉണ്ടായി. മരത്തിൻ്റെ മുകളിൽ ഉണങ്ങിയ ചില്ല ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബ്രഹ്മദേവൻ അതെന്താണെന്ന് ചോദിച്ചു. മര എന്ന് കഷ്ടപ്പെട്ട് പറഞ്ഞപ്പോഴേക്കും അവൻ എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം നേടി. അങ്ങനെ രത്നാകരനിൽ ഉണ്ടായിരുന്ന സകല പാപങ്ങളും നശിക്കുകയാണ്. രത്നാകരൻ ഒരു പാപി അല്ലാതായി തീർന്നു. രാമനാമത്താൽ രത്നാകരൻ്റെ പാപം മുഴുവൻ നശിക്കപ്പെട്ടു. ഇത് കണ്ടപ്പോഴേക്കും ബ്രഹ്മദേവന് തന്നെ വലിയ അത്ഭുതം തോന്നി. കാരണം ഇങ്ങനെ രത്നാകരൻ്റെ പാപം നശിപ്പിക്കാനായി ബ്രഹ്മദേവനെയും നാരദരെയും ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത് ആരായിരുന്നു? കൈലാസനാഥനായ മഹേശ്വരനായിരുന്നു. ഇവിടെ വന്നപ്പോഴും ബ്രഹ്മദേവന് വലിയ വിശ്വാസമില്ലായിരുന്നു, ഇങ്ങനെയൊന്ന് പറഞ്ഞാൽ ഈ പാപങ്ങളൊക്കെ നശിക്കുമോ എന്ന്. പക്ഷേ പ്രത്യക്ഷത്തിൽ കണ്ടപ്പോഴേക്കും ബ്രഹ്മദേവന് വിശ്വാസമാവുകയും ബ്രഹ്മദേവനും നാരദരും പോലും അത്ഭുത പരതന്ത്രരാവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗമുണ്ട്. എങ്ങനെയാണ് വാൽമീകി രാമായണം രചിച്ചത്, രത്നാകരൻ എങ്ങനെ വാൽമീകിയായി മാറി, ആ കഥകളൊക്കെ നമുക്ക് അടുത്ത ദിവസം പറയാം. 16-ാം തീയതി മുതൽ
നമുക്ക് രാമായണത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളായി പഠിച്ചു തുടങ്ങാം. ഇതേ രീതിയിൽ 16-ാം തീയതി മുതൽ നമുക്ക് ഓരോരോ കാണ്ഡങ്ങളായി പറഞ്ഞ് കർക്കിടകം തീരുമ്പോഴേക്കും നമുക്ക് രാമായണം മുഴുവൻ കവർ ചെയ്യാനായിട്ട് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതേ രീതിയിൽ മുമ്പോട്ട് പോകണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടൂ. അങ്ങനെയാണെങ്കിൽ അത് പറയാൻ എനിക്കും ഒരു താല്പര്യം കൂടുതലായിട്ട് തോന്നും. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതണം. എന്നാലേ എനിക്ക് തെറ്റു തിരുത്തി മുമ്പോട്ട് പോകാനായിട്ട് പറ്റുകയുള്ളൂ. എല്ലാവരും ഈ രാമായണ മാസം കഥകൾ കേൾക്കുകയെങ്കിലും വേണം. എല്ലാവർക്കും ചിലപ്പോൾ രാമായണം വായിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. തങ്ങളുടെ ജോലി സംബന്ധമായ പ്രശ്നങ്ങളോ മറ്റ് പല ബുദ്ധിമുട്ടുകളും കൊണ്ട് അത് വായിക്കാൻ കഴിയാത്ത ആളുകളെല്ലാവരും തന്നെ കഥകൾ കേട്ടാൽ തന്നെ പുണ്യമാണ്. ഇനി വായിക്കുന്നവർക്കും കഥകൾ കേൾക്കാം, അതും വളരെ പുണ്യമാണ്. അപ്പം എല്ലാവരും അഭിപ്രായം തീർച്ചയായിട്ടും എഴുതണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഏകാദശി വരുന്നുണ്ട്, വീഡിയോ ഇടാം, അതിനുവേണ്ടി തയ്യാറെടുക്കുക. അതുപോലെ നമ്മുടെ സെക്കൻഡ് ചാനൽ ഒരുപാട് വെജിറ്റേറിയൻ ഭക്ഷണങ്ങളാണ് ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നത്. തുടങ്ങിയതേ ഉള്ളൂ. കൗസ്തുഭം വെജ് ഫുഡ്സ്, ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേരാത്ത സ്വാത്വികമായ ഭക്ഷണങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തുന്നത്. കുറച്ച് വീഡിയോസേ ഇട്ടിട്ടുള്ളൂ. കൗസ്തുഭം വെജ് ഫുഡ്സ് എന്നാണ് അതിൻ്റെ ചാനലിൻ്റെ പേര്. എല്ലാവരും കാണണം, അഭിപ്രായങ്ങൾ പറയണം. ഹരേ കൃഷ്ണ.